ഞങ്ങൾ കോഴികൾ തൽക്കാലം കിണർ വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് വേർതിരിച്ചിട്ടുണ്ട്. പിന്നീട് 2 മെഷ് ഉപയോഗിച്ച് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഭാഗം മറക്കുന്നതാണ്. അതുപോലെ മേൽഭാഗത്ത് ഇതുപോലെ മെഷ് ഉപയോഗിച്ചിട്ട് മറക്കുന്നതാണ്. അപ്പോൾ അവരവിടെ സേഫായി. കോഴികൾ വളർത്തുമ്പോൾ ഈ രീതിയിലാണ് വളർത്തേണ്ടത്. അല്ലാതെ നമ്മളൊരു ചെറിയ കൂട്ടിൽ അവരെ വളർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ വളർത്തുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ട്, കണ്ടിരിക്കുന്ന നമുക്കൊക്കെ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കോഴിനെ വളർത്തുമ്പോൾ അവർക്ക് ചെയ്യാനുള്ള മണ്ണ് ഒരു ഭാഗത്തുണ്ട്, പുല്ലുണ്ട്, മരങ്ങളുണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ മരങ്ങളിൽ കയറിയിരിക്കാം, മരച്ചില്ലകളിലൊക്കെ കയറിയിരിക്കാം. പകൽ സമയത്ത് അവർക്ക് ചെയ്യാൻ മണ്ണും കുളിക്കാനുള്ള മണ്ണും ഒക്കെ ഉണ്ട്. ഒരു മരുന്നും എനിക്ക് കോഴികൾക്ക് വേണ്ടി ഇതുവരെ വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ രാത്രിയാവുന്നത് അവരറിയണം, പകലും അറിയണം. ഒരു കാരണവശാലും ലൈറ്റ് ഒന്നും ഇട്ട് കൊടുക്കരുത്. രാത്രിയിൽ അവർ മരച്ചില്ലകളിൽ സുഖമായിട്ട് ഉറങ്ങണം. വെളിച്ചമൊന്നും പാടില്ല. വെളിച്ചമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവുള്ളൂ. അപ്പോൾ ലൈറ്റൊക്കെ കംപ്ലീറ്റ് ഓഫ് ചെയ്ത് ആ കാട്ടിലെ ഒരു ജീവിതമുണ്ടല്ലോ, ലൈറ്റ് ഇല്ലാതെ ആ രാത്രിയിലുള്ള ആ ഇരുട്ടും പകൽ സമയത്ത് അവർക്ക് താഴെ ഇറങ്ങി ചെയ്യാനും പുല്ല് തിന്നാനും അതുപോലെ മണ്ണിലുള്ള മറ്റ് മണ്ണിരകളും മറ്റു പുഴുക്കളൊക്കെ തിന്ന് ജീവിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ ഹെൽത്തി ആയിട്ട് തന്നെ വളരും. ഇനി ഈ കൂട്ടിൽ മുട്ടയിടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ വഴിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുറത്തു പോകാനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ കോഴികൾ വളരെ സേഫായിട്ട് അവിടെ ഇരുന്നോളും. യാതൊരു പ്രയാസമില്ലാതെ നമുക്ക് അവരെ വളർത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വളർത്തുമ്പോൾ അവരും വളരെയധികം ഹാപ്പിയാണ്. കണ്ടിരിക്കുന്ന നമുക്കും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു കോഴി വളർത്തൽ.